ഹായ് അഭിലാഷ ടൈം സാർ. നമസ്കാരം. വൺസ് അപ്പോൺ ടൈം കൊച്ചി എങ്ങനെയുണ്ട് ആദർശിക്കേണ്ട? നല്ലൊരു സിനിമയാണ്. നാദക്കാട് നല്ലൊരു മൂവിയാണ് സജു. അതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ളൊരു മൂവിയാണ്. നമ്മുടെ ജോണി സാറുണ്ട്, പിന്നെ അതുപോലെ തന്നെ ജാഫ്രൊക്കെ ഉണ്ട്, ഷൈൻ ടോം ചാക്കോ ഉണ്ട്. പെർഫോമൻസ് ഒക്കെ സൂപ്പറല്ലേ. പിന്നെ ഇന്ന് നടക്കുന്ന മയക്കുമരുന്ന് കഞ്ചാവിനൊക്കെ എതിരായിട്ടുള്ള ഒരു സിനിമയാണ്. മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയക്കുമരുന്ന് കഞ്ചാവിനെതിരെ ഉള്ളൊരു പ്രണയം മാത്രമല്ല, ഇതിനുണ്ട് നല്ലൊരു കേസ് അന്വേഷണം ഉണ്ട്, കോമഡി ഉണ്ട്. നാദക്കാട് പടങ്ങളെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇതിനകത്ത്. പിന്നെ ദേവിക സഞ്ജയ് എങ്ങനെയുണ്ട് പെർഫോമൻസ്? നല്ല കുട്ടി വന്നേക്കണ കഴിഞ്ഞ സിനിമകളെല്ലാം നല്ല സിനിമകളാണല്ലോ. ഈ പ്രാവശ്യം വന്നിരിക്കുന്ന കഥാപാത്രം ഇനിയും നല്ല നല്ല അവസരങ്ങളും കിട്ടും. എന്നാലും മൊത്തം കഥ നമുക്ക് പറയാൻ പറ്റില്ല, തിയേറ്ററിൽ എല്ലാവരും വന്ന് കാണണമല്ലോ. പിന്നെ നമ്മുടെ നായകൻ മുബിൻ റാഫി റാഫിക്കയുടെ മോൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് അഭിനയിക്കാന്ന് പറയില്ല. പിന്നെ റാഫിക്ക ഉസ്താദ് എന്നൊരു കഥാപാത്രം ഇതിനകത്ത് ചെയ്യുന്നുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മിമിക്രി താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് ഷെജീർ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അലിൻ ജോസ് പെരേര നല്ല രീതിയിലൊരു കഥാപാത്രം ചെയ്തു, ഫ്രെയിമിൽ വന്നു. എന്തായാലും അലിൻ ജോസ് പെരേരയ്ക്ക് ഇനിയും അവസരങ്ങൾ വരട്ടെ, ദൈവം സഹായിച്ച്. നാദക്കാട് മൂവിയിലൂടെ വരാൻ സാധിച്ച ഒരു സന്തോഷമല്ലേ? അല്ലേ? ഇനിയും നല്ല നല്ല മൂവി കിട്ടണ്ടല്ലേ? ഓണത്തിന്റെ പടമൊക്കെ റിലീസ് ഉണ്ടല്ലേ? സമ്മതിക്ക വർക്കി എന്ന് പറഞ്ഞ സിനിമ, വർക്കി എന്ന സിനിമയ്ക്ക് ശേഷം ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിരുന്നു. ഇത് പടത്തില് പോലീസ് നെഗറ്റീവ് റോളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം നാദക്കാട് പടത്തിലും ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പിന്നെ അത് അടിപൊളിയല്ലേ? കാരണം ഒരുപാട് സിനിമകൾ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഓടിക്കുന്ന സീൻസ് ഒക്കെ നന്നായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സുധീർ കരമന ഉണ്ടല്ലോ, അതായത് അച്ഛനായിട്ട് അഭിനയിച്ചില്ലേ, സുധീർ കരമന ചേട്ടൻ, നായകന്റെ അച്ഛനായിട്ട് അഭിനയിച്ചത്. പിന്നെ അതുപോലെ തന്നെ അയ്യോ ഒരു പഞ്ചഭാവമാണ്, വില്ലൻ വേഷങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഷൈൻ ടോം ചാക്കോ വേറെ ലെവലല്ലേ, പുള്ളി ഏത് വേഷം കിട്ടിയാലും ഗംഭീരമായിട്ട് ചെയ്യും. ഇതിനകത്തൊരു നായകനായിട്ട്, സിനിമാ താരമായിട്ടാണ്. നല്ലതാണ്. പിന്നെ വേറെ കാര്യം പറയാന്ന് പറഞ്ഞാൽ നാദിർഷാക്ക് ഒരുപാട് പേർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. കാരണം പഴയ മിമിക്രി താരങ്ങളാണ്. ജോർജേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ കലാഭവൻ റഹ്മാനിക്ക അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് മിമിക്രി താരങ്ങൾ. ഹനീഫിക്കാരെ ഓർത്തു പ്രണാമം. കാരണം അദ്ദേഹം അഭിനയിച്ചു. അപ്പൊ ചേട്ടാ നമസ്കാരം. അപ്പൊ പടം ഫുള്ളായിട്ട് എങ്ങനെയുണ്ട്? ഫുള്ളായിട്ട് നല്ല സിനിമയാണ്. ടൈമിന്റെ കൂടുതൽ അഭിപ്രായം എങ്ങനെയുണ്ട്? നല്ല അഭിപ്രായമാണ്. ഒരുപാട് ആളുകൾ വരുന്നുണ്ട് സിനിമ കാണാനായിട്ട് വന്നോണ്ടിരിക്കുന്നുണ്ട്. മുബിൻ റാഫിയുടെ നായക വേഷമാണെങ്കിൽ അർജുന അശോകനാണ് സ്റ്റോറി എന്നാണ് പറയുന്നത്. എങ്ങനെയുണ്ട്? രണ്ടുപേരും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ സിനിമ തിയേറ്ററിൽ വന്ന് കാണുക.